നിലവിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള എൽ ജെ പി നേതാവായ ചിരാഗ് പാസ്വാനെ എൻ ഡി എയിൽ നിന്നും പുകച്ച് പുറത്തിയടിക്കാൻ ജനതാദൾ യുണൈറ്റഡ്, അതായത് ഐക്യ ജനതാദൾ വലിയ രീതിയിലുള്ള കളികൾ കളിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ജെ ഡി യുവിൻ്റെ തകർച്ച ഒരു പരിധിവരെ നടത്തിയത് ചിരാഗ് പാസ്വാൻ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാം. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാൻ കാട്ടിക്കൂട്ടിയതെല്ലാം ജെ ഡി യുവിൻ്റെ തകർച്ചയിലേക്കാണ് നയിച്ചത്. എൻ ഡി എ സഖ്യം അധികാരത്തിലേക്ക് സുഗമമായി തന്നെ വരേണ്ടതായിരുന്നു എന്നും, എന്നാൽ ജെ ഡി യുവിൻ്റെ സീറ്റുകൾ ക്രമാതീതമായി കുറയുന്നതിന് കാരണക്കാരായി നിന്നത് ചിരാഗ് പാസ്വാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുകൂലികളും ആയിരുന്നു. എന്നാൽ ചിരാഗ് പാസ്വാൻ ബി ജെ പിക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അദ്ദേഹം മുമ്പ് പ്രതികരിച്ചത് ജമുയി എന്ന ലോക്സഭാ സീറ്റാണ്. അതിൻ്റെ കീഴിൽ വരുന്ന ജമുയി നിയമസഭാ മണ്ഡലത്തിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ചിരാഗ് പാസ്വാൻ്റെ അനുകൂലികൾ, അതായത് ബി ജെ പിയുമായിട്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ബാന്ധവം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിലും സഖ്യകക്ഷിയായ ജെ ഡി യുവും എൽ ജെ പിയും തമ്മിൽ രസത്തിലല്ല എന്ന് മാത്രമല്ല ശക്തമായ ശത്രുതയിൽ തന്നെയാണ്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് വലിയൊരു പ്രശ്നമായി ബീഹാറിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2025 നടക്കുമ്പോൾ ഐക്യ ജനതാദളും ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പിയും ഒരേ മുന്നണിയിൽ നിന്ന് പോവുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ കാര്യമാണ്. തമ്മിൽ അള്ളുവയ്ക്കും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. ചിരാഗ് പാസ്വാൻ എന്നാൽ എല്ലാ രീതിയിലുള്ള വൈര്യവും മറന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ പഴയ കണക്ക് തീർക്കാൻ തന്നെയാണ് ജെ ഡി യു മുന്നിട്ടിറങ്ങുന്നത്. പന്തിപ്പോൾ ജെ ഡി യുവിൻ്റെ കോർട്ടിലാണ് എന്ന് നിതീഷ് കുമാർ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് വെറുതെയല്ല. നരേന്ദ്രമോദിയെ കൊണ്ട് ചില കാര്യങ്ങൾ സമ്മതിപ്പിക്കാൻ തനിക്ക് കെൽപ്പിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് നിതീഷ് കുമാർ. ഒരിക്കൽ നരേന്ദ്രമോദിയെ ചായക്കച്ചവടക്കാരനെന്നും അദ്ദേഹത്തിനെ രാഷ്ട്രീയപരമായി ഒരു രീതിയിലും മുന്നോട്ട് നയിക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് മുഖ്യ എതിരാളിയായി മുന്നോട്ട് വരാൻ ശ്രമിച്ച അതേ നിതീഷ് കുമാർ തന്നെ അദ്ദേഹത്തിനെ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഒരു കിങ് മേക്കർ പദവി അണിയേണ്ടി വന്നല്ലോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. എന്നാൽ നിതീഷ് കുമാർ ശ്രമിക്കുന്ന മറ്റൊരു കളിയാണ്. ബീഹാറിൽ രാഷ്ട്രീയപരമായി തന്നെ ആരും ചോദ്യം ചെയ്യരുത്, ബീഹാറിൽ ബി ജെ പി തിരിച്ച് ഒരക്ഷരം മിണ്ടരുത്. അതൊക്കെയാണ് നിതീഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ബി ജെ പിയുടെ ഒരു അടവും നടക്കില്ല എന്നാണ് നിതീഷ് കുമാർ വ്യക്തമായ അണികളോട് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ചിരാഗ് പാസ്വാനെ പാർട്ടിയിൽ നിന്നും നീക്കണം എന്ന രീതിയിലേക്ക് വന്നാൽ തീർച്ചയായും ചിരാഗ് പാസ്വാനെ മുന്നണി വിടേണ്ടി വരും. ഗത്യന്തരമില്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരേണ്ട രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കണ്ടറിയാം എന്നാണ് അനുകൂലികൾ വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ പശുപതി പാരസിനെ ഐക്യ ജനതാദളിലേക്ക് എടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ തീരുമാനവും നടക്കുന്നു. എൽ ജെ പി വിട്ട് ജെ ഡി യുയിലേക്ക് വന്നാൽ അർഹമായ സ്ഥാനം കൊടുക്കും എന്ന മോഹ വാഗ്ദാനവുമായി പശുപതി പാരസിനെ കൃത്യമായി കണ്ടിരിക്കുന്നു നിതീഷ് കുമാർ എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പ്രകടമായ കാര്യം തന്നെയാണ്.